അത്യാവശ്യമുണ്ട്. 25,000 ഫിക്സഡ് റേറ്റ് ആണ്. നമുക്കൊരു ബൈക്ക് പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അത്രയും വില കുറച്ചാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 5 ലക്ഷം രൂപയുള്ളൂ. മുമ്പ് നമ്മൾ 6.25 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ് 1.25 ലക്ഷം രൂപ കുറച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക് വണ്ടി 25,000 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അത് അതർ പ്രോഡക്റ്റ് ആണ്. മാരുതിയുടെ വണ്ടി നമുക്ക് 80,000 മുതൽ നമുക്ക് ഓൾട്ടോ നല്ല വണ്ടികൾ കിട്ടും. നമസ്കാരം. നമ്മുടെ ഇൻഡസ് ട്രൂ വാല്യൂവിൻ്റെ പുതിയൊരു മേള വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വമ്പിച്ചൊരു മേളയുണ്ട്. വലിയ വണ്ടി, ഇഷ്ടംമാര് വണ്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ്. നമ്മുടെ അടുത്ത് സുരേഷ് ബ്രോ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ അത്യാവശ്യം നല്ല വിജയമായിരുന്നു അല്ലേ? നല്ല വിജയമായിരുന്നു. വീണ്ടും ഇപ്പോൾ എത്ര വണ്ടിയുടെ കളക്ഷൻ ഉണ്ട്? നമുക്കിപ്പോൾ 200ഓളം വണ്ടിയുണ്ട്. വണ്ടിയുടെ കളക്ഷൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ മാസം 10, 11, 12 തീയതികളിലാണ് നമുക്ക് മേള ഉണ്ടായിരുന്നത്. നമുക്ക് ആ തവണ അതും ഏകദേശം 220 വണ്ടിയോളം നമ്മൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 130 വണ്ടിയോളം നമുക്ക് ബുക്കിംഗ് ആയി. ഇപ്പോൾ കിടക്കുന്നത് ആ സ്റ്റോക്കല്ല, ഇതെല്ലാം പുതിയ സ്റ്റോക്കാണ്. ആ വണ്ടികളെല്ലാം നമുക്ക് വിറ്റായിരുന്നു, എല്ലാം ബുക്കിംഗ് ആയി പോയായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഈ യൂട്യൂബർ വീഡിയോയിൽ നമുക്ക് നല്ല വൻ ക്ലിക്കായിരുന്നു. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കമ്പനിയായിട്ട് സംസാരിച്ചിട്ടാണ് ഈ മാസം വീണ്ടും നമുക്കൊരു മേള ചെയ്യാൻ പറ്റിയത്. കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ചിട്ട് നമുക്ക് വാഗണർ ആണെങ്കിലും സ്വിഫ്റ്റിനാണെങ്കിലും ഒരുപാട് എൻക്വയറി വന്നായിരുന്നു. ഡ്രസ്സൊക്കെ എൻക്വയറി വന്നായിരുന്നു. പക്ഷേ നമുക്ക് ആദ്യമേ എല്ലാം ബുക്കിംഗ്, ആദ്യം 1-2 ദിവസം കൊണ്ട് തന്നെ എല്ലാ വണ്ടികളും ബുക്കിങ്ങും കാര്യങ്ങളായിട്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്തവണ നമുക്കൊരു വീണ്ടും 3 ദിവസത്തേക്ക് മേള സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 7, 8, 9 തീയതി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം ആനുകൂല്യം തന്നെ GST ആനുകൂല്യം ഇത്തവണ നമ്മൾ കൊടുക്കുന്നുണ്ട്. വില കുറവിലാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം ആനുകൂല്യം. കാരണം കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മാക്സിമം റേറ്റ് കുറച്ച് എല്ലാ കസ്റ്റമേഴ്സിനും വണ്ടി കൊടുക്കുക. അത് അവരോട് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് 1-2 മാസം കൂടെ ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് വണ്ടികൾ കാണിക്കാം കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഓടിച്ചാണ് കാണിച്ചത്. ഇപ്പം ഡീറ്റെയിൽസ് കൂടെ കാണിച്ചു തരാം കുറച്ച് വണ്ടികളുടെ. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ലൊക്കേഷൻ വന്നിട്ട് പറയും തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് കറക്റ്റ്. അപ്പം അതായത് ഇന്ന് വെള്ളി, ശനി, ഞായർ ദിവസം 7, 8, 9 തീയതികളിലാണ്. അത് കഴിഞ്ഞാലും ഷോറൂമിൽ തിരുവല്ലം ഷോറൂമിൽ ബന്ധപ്പെട്ട. ഓക്കെ. ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ആണ്. നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ച് വരുന്നത്. വെൺപാലോട്ടത്തുണ്ട്, പോങ്ങമൂടുണ്ട്, വെഞ്ഞാറമൂടുണ്ട്, വേറെ ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് കുറച്ച് വണ്ടികളൊന്ന് പരിചയപ്പെടുത്താം അല്ലേ? ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. എന്നാലും കുറച്ച് വണ്ടി നമുക്ക് കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് നമുക്ക് 2024 ബ്രസ്സയാണ്. ZXi പ്ലസ് എന്നുള്ള ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് ആണ്, ഹൈബ്രിഡ് ആണ്. 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടി നമുക്ക് 5 വർഷത്തെ വാറണ്ടി നമുക്ക് തരാൻ പറ്റും. 5 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. നമുക്ക് ഈ വണ്ടിക്ക് പുതിയ വണ്ടിക്ക് 17 ലക്ഷം രൂപ വരെ വിലയുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 13 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അതായത് ഒരു വർഷത്തും കൊണ്ട് നമുക്ക് ഏകദേശം 4 ലക്ഷം രൂപയോളം ഡിപ്രിസിയേഷൻ ഉണ്ടാവും. കസ്റ്റമറിന് എടുത്താൽ സേഫാണ്. കാരണം 5 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. സേഫായിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് കൊടുത്താലും വലിയ ഡിപ്രിസിയേഷൻ ഉണ്ടാവില്ല. ഹൈ ക്വാളിറ്റി വണ്ടി വിത്ത് വാറണ്ടി ഉള്ള ഇഷ്ടംപോലെ ലോ ബഡ്ജറ്റ് ഉണ്ട്. ഇത് നമുക്ക് കഴിഞ്ഞ മാസം ആദ്യം ബുക്കിംഗ് ആയ വണ്ടിയാണ്. നമുക്ക് ഫിനാൻസിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് ക്യാൻസൽ ആയി. അപ്പോൾ ഈ മാസം എടുക്കാൻ ഏറ്റവും മോഡൽ കൂടിയ വണ്ടികളിൽ ഒന്നാണ്. വില കുറച്ച് എടുക്കാൻ പറ്റും. ഇത് ബലേനോ നമുക്ക് ഏകദേശം 8ഓളം വണ്ടി നമുക്ക് സ്റ്റോക്ക് നിലവിലുണ്ട്. 1-2 ബലേനോ ഞാൻ പരിചയപ്പെടുത്താം. ഒരു 2018 കിടപ്പുണ്ട്. ആൽഫയാണ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി നമുക്ക് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ ഓപ്ഷനാണ്. ആൽഫയാണ് ഫുൾ ഓപ്ഷനാണ്. അതിന് വാറണ്ടി വരുന്ന മോഡലാണോ? വാറണ്ടി ഉള്ള മോഡലാണ്. 6 മാസത്തെ വാറണ്ടി ഉള്ളത്. ഇത് നമുക്ക് 1 വർഷം, ഇതും നമുക്ക് 4 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് 2023 ഓട്ടോമാറ്റിക് ആൽഫ. 23 ആൽഫ. ഇത് നമുക്ക് 26,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ശരി. ആൽഫ ഏറ്റവും കൂടിയ മോഡലാണ്. ഇതെല്ലാം ഫിനാൻസ് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ആദ്യം നമുക്കൊരു പ്രൊഫൈൽ കസ്റ്റമറിനൊക്കെ നമുക്ക് ആദ്യം ഒരു 50,000 രൂപ ആദ്യം അടച്ചാൽ മതി. ഫിനാൻസ് എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ. ആണെങ്കിൽ നമുക്ക് ഏകദേശം 12 വണ്ടിയോളം നമുക്ക് നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതിൽ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി നമുക്ക് 2014 ZXi ഉണ്ട്. ടോപ്പ് എൻഡ് ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കിതൊരു 3,60,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ZXi ടോപ്പ് എൻഡ് വണ്ടിയാണ്. നമുക്ക് ഈ റേറ്റിന് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിനാണ് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്നത്. ഡിസൈറിന്റെ വണ്ടിയുണ്ട്. ഡിസൈറിന്റെ നമുക്ക് ഏകദേശം 9 വണ്ടി നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഡീസലും ഉണ്ട്, പെട്രോൾ വണ്ടിയുണ്ട്. ഇത് 2022 VXi ആണ്. ഇത് 31,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2022 വണ്ടി. ഇത് നമ്മൾ 5.5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 5.5 നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്കാണ്. GST ആനുകൂല്യം മുമ്പ് നമ്മൾ 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വണ്ടിയിലാണ്. ഏകദേശം 75,000 രൂപയോളം കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്.
ഈ ആനുവല് കുറച്ച് ദിവസത്തേക്കേ കാണുള്ളൂ, മാക്സിമം ഉപയോഗിക്കാം. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, വിത്ത് വാറണ്ടി എല്ലാം ഉണ്ട്. 3 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള, വേറെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിയിലുണ്ടല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് 2002 സാൻഡ്രോ ആണ്, പക്ഷെ വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം കണ്ടീഷനൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം 25,000 ഫിക്സഡ് റേറ്റ് ആണ്. നമുക്കൊരു ബൈക്ക് പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, അത്രയും വില കുറച്ചാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. ഈ വണ്ടിയല്ല, എല്ലാ വണ്ടിയും നമുക്ക് അതർ പ്രോഡക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ ഹുണ്ടായി അങ്ങനത്തെ വണ്ടികളൊക്കെ മാക്സിമം റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. 25 രൂപയ്ക്ക് നമുക്കൊരു ആവറേജ് സാൻഡ്രോ നമുക്ക് എടുക്കാം. ഓക്കെ. ഹോണ്ട അമേസ് 2018 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാണ്. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, വേറെ പെയിന്റിംഗ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഓപ്ഷൻ ആണ്. നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 5 ലക്ഷം രൂപയുള്ളൂ. മുമ്പ് നമ്മൾ 6.25 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ്, 1.25 ലക്ഷം രൂപ കുറച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക് വണ്ടി 2018 മോഡൽ. ഓക്കെ. വീണ്ടും സാൻഡ്രോ 2011 വണ്ടിയാണ്. 34,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്, പക്ഷേ കിലോമീറ്റർ ജെന്യൂൻ അല്ല. വണ്ടി വേറെ തട്ടുമുട്ടോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല, പക്ഷേ വണ്ടി നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടി നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 1 ലക്ഷം രൂപ 2011 വണ്ടിയാണ്. കൂടാതെ നല്ലൊരു ബഡ്ജറ്റിന് നല്ല കളക്ഷൻ കിടപ്പുണ്ടല്ലേ? നമുക്ക് ഓൾട്ടോ ഉണ്ട്, ഓൾട്ടോ കേട്ടൺ ഉണ്ട്. നമുക്ക് 80,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 80,000 രൂപ മുതൽ നമുക്ക് ഓൾട്ടോ കേട്ടൺ, ഓൾട്ടോ 2.5 ലക്ഷം രൂപ വരെ നമുക്ക് മോഡൽ കൂടി 2022, 21, 20 വണ്ടികൾ നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് വണ്ടികൾ ഏകദേശം 21 വണ്ടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. 25,000 മുതൽ നമുക്ക് വണ്ടികളുണ്ട്. 25,000 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അത് അതർ പ്രോഡക്റ്റ് ആണ്. മാരുതിയുടെ വണ്ടി നമുക്ക് 80,000 രൂപ മുതൽ നമുക്ക് ഓൾട്ടോ നല്ല വണ്ടികൾ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഈ മേള മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം. കാരണം ഈ GST ആനുവൽ നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അടുത്ത ഡിസംബർ കഴിയുമ്പോൾ വണ്ടിയുടെ വില വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ GST ആനുവലും പോകും. കാരണം വണ്ടി എടുക്കാനായിട്ട്, സെക്കൻഡ്സ് വണ്ടി എടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു അവസരമാണ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഈ മേളയിൽ. കാരണം മാക്സിമം റേറ്റ് കുറച്ചാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഓക്കെ.